ചെണ്ടമേളത്തിൽ 3.5 പതിറ്റാണ്ട് പിന്നിട്ട് രാജു തെക്കേപ്പുറം വേറിട്ട കാഴ്ചയായി. കുന്നംകുളം മേഖലകളിലെ പള്ളിപ്പെരുന്നാളുകളിലും പൂരങ്ങളിലും രാജു തെക്കേപ്പുറം ഇന്ന് ഉത്സവ പ്രേമികളുടെ ആവേശമാണ്. കഴിഞ്ഞയാഴ്ച ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിപ്പെരുന്നാളിൽ രാജു തെക്കേപ്പുറത്തിന്റെ നേതൃത്വത്തിൽ 4ഓളം പെരുന്നാൾ ആഘോഷങ്ങളിൽ വാദവിസ്മയം തീർത്ത് ചരിത്രത്തിലാദ്യമായാണ് ഒരേ പെരുന്നാളിൽ 4 ആഘോഷ കമ്മിറ്റികൾ രാജുവിന്റെ നേതൃത്വത്തിൽ ചെണ്ടമേളം ഒരുക്കിയത്. പത്ത് വർഷം മുമ്പ് ചാലിശ്ശേരി സെന്റ് ഔഗേൻസ് പള്ളി പെരുന്നാളിൽ 121 പേരുടെ ചെണ്ടമേളം ഒരുക്കിയതും വേറിട്ട കാഴ്ചയായിരുന്നു. ചെണ്ടയുമായി ആഴത്തിൽ ബന്ധപ്പെട്ട കുടുംബത്തിന്റെ സാന്നിധ്യം ചാലിശ്ശേരിയുടെ സാംസ്കാരിക ഭൂപടത്തിൽ വിസ്മയമായി മാറി. ചെറുപ്രായം മുതൽ ചാലിശ്ശേരി പള്ളിയിലെ പെരുന്നാൾ ആഘോഷങ്ങൾ സജീവമായിരുന്ന രാജുവിന്റെ ഓരോ മേളവും ആസ്വാദകർക്ക് ഒരിക്കൽ വിസ്മരിക്കാനാവാത്ത മേളത്തിന്റെ സൗന്ദര്യമാണ് പെരുന്നാൾ പ്രേമികൾക്ക് നൽകിയത്. ചാലിശ്ശേരിയിൽ നിന്ന് പുഷ്പയെ വിവാഹം കഴിച്ചതോടെ രാജുവിനെ ഗ്രാമവുമായി ഏറെ അടുത്ത സ്നേഹബന്ധമായി. കുന്നംകുളം തെക്കേപ്പുറം വീട്ടിൽ പിതാവ് ശങ്കരൻ, മുത്തച്ഛൻ ദേവൻ എന്നിവർ ചെണ്ടവാദ്യ ശില്പികളായിരുന്നു. തലമുറകളായി ചെണ്ടമേള സംഗീതത്തിലെ പാരമ്പര്യത്തിന് പിന്തുടർച്ചക്കാരനാണ് 56-കാരനായ രാജു തെക്കേപ്പുറം. ചെണ്ടയുടെ താളത്തിൽ കുടുംബ സമ്പ്രദായം തുടരുന്ന രാജുവിന്റെ കലാജീവിതം അതുല്യമാണ്. ചെണ്ടയിൽ സ്വയം തലപ്പൊക്കം ഉണ്ടാക്കിയ രാജു ഇതിനകം നിരവധി പേരെ ഓൺലൈനായും അല്ലാതെയും ചെണ്ടവാദ്യം പഠിപ്പിക്കുന്നുണ്ട്. മാസങ്ങൾക്ക് മുമ്പ് ഓസ്ട്രേലിയയിൽ സ്റ്റീഫൻ ദേവസിയുടെ മ്യൂസിക് ഷോയിൽ ചെണ്ടവാദ്യം ഒരുക്കിയത് രാജുവിന്റെ കീഴിൽ ചെണ്ടവാദ്യം പഠിച്ച 28ഓളം ശിഷ്യന്മാരാണ്. ചെണ്ടവാദ്യത്തിനപ്പുറം കലാരംഗത്ത് മികവ് പുലർത്തിയ ഇദ്ദേഹം അമേച്ചർ നാടകം, സീരിയൽ രംഗത്തും അഭിനയിച്ചിട്ടുണ്ട്. സ്നേഹദൂത്, പുനർജനി എന്നീ 2 ടെലിഫിലിം സംവിധാനം ചെയ്തു. നിരവധി കവിതകളും അയ്യപ്പ ഭക്തിഗാനങ്ങളും രചിച്ചിട്ടുണ്ട്. കൂടാതെ തോർത്തിൽ വിരിയുന്ന കൈ വിരുതുകൾ എന്ന പേരിൽ സ്കൂൾ തലത്തിൽ 25 പരം കാട്ടിലെ മൃഗങ്ങളെ മാതൃക സൃഷ്ടിക്കുന്നത് രാജുവിനെ വ്യത്യസ്തനാക്കുന്നു. കേരളത്തിനപ്പുറം ഇന്ത്യയിൽ 5ഓളം സംസ്ഥാനങ്ങളിൽ ചെണ്ടമേളം ഒരുക്കിയിട്ടുണ്ട്. കുന്നംകുളത്തിന്റെ ദേശീയോത്സവം അടുപ്പുട്ടി പെരുന്നാളിന്റെ ഭാഗമായി സങ്കീർത്തന ആഘോഷ കമ്മിറ്റി സ്വർണ്ണപ്പതക്കം നൽകി ആദരിച്ചിരുന്നു. നല്ല ചെറുപ്പത്തില് എത്ര പ്രായം അത് കഴിഞ്ഞിട്ട് പിന്നെ അച്ഛൻ്റെ വീട്ടിൽ പാരമ്പര്യമായിട്ട് ഇങ്ങനെ കൊട്ട് ഉണ്ടല്ലോ, അപ്പൊ അത് കേട്ടപ്പോ കൊട്ടിന്റെ ഇൻട്രസ്റ്റിലെ മുത്തച്ഛൻ അങ്ങനെ കളിച്ചതാണ്. പിന്നെ അച്ഛൻ്റെ കൂടെ അച്ഛനും അതിനനുസരിച്ച് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അച്ഛനും പഠിപ്പിച്ചു. തായമ്പൊക്കെ അച്ഛനാണ് പറഞ്ഞു. കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. കുടുംബത്തിൽ വേറെ വല്ലവരും അനിയനോ വേറെ അനുജന്മാർ വല്ലവരും ഇല്ല, 2 പെങ്ങന്മാരാ. ഞങ്ങൾ 3 മക്കള്. ഞാൻ മൂത്ത്, പിന്നെ 2 ചേച്ചിമാർ. കൊണ്ട് ചെയ്യണ മാജിക് എന്താ? തോർത്ത് കൊണ്ടത് ഒരു 10-25 രൂപങ്ങള്, ആന, മയിലോട്ടകം, കുതിര, കാള, അങ്ങനെയുള്ള. ചെണ്ടയിൽ എത്ര പ്രായം തൊട്ടിട്ട് തുടങ്ങിയതാണ്? ശരിക്കും പ്രൊഫഷണലായിട്ട് ഇപ്പോൾ ഒരു 14 വയസ്സിൽ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അതുവരെ അങ്ങനെ പോയെങ്കിലും പ്രൊഫഷണലായിട്ട് ഇങ്ങനെ. അണ്ടത്തോട് GMLP സ്കൂൾ ജീവനക്കാരായ പുഷ്പയാണ് ഭാര്യ. ബിരുദധാരിയ അഭിരാമി, കോമഡി ഉത്സവം ഗായിക കൃഷ്ണ എന്നിവർ മക്കളാണ്. മരുമകൻ പ്രശാന്ത്, അദ്വിക് പേരക്കുട്ടിയുമാണ്.